മച്ചാമാരെ, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലെ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇനി നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പണി എന്താണ്? ഒരുപാട് പണികൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം വേറെ മാർഗ്ഗമില്ല. നമുക്ക് പോക്കോ ഫോൺ പോലുള്ള ഫോണുകളൊക്കെ മേടിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ട് തന്നെ വേണം. ഈ കാണുന്ന സ്റ്റിക്കറാണ് സെക്യൂർ പാക്കിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ന് പൈസ വാങ്ങുന്നത്. ഇതൊക്കെ ഒരു തട്ടിപ്പാണ് നമ്മുടെ ഇന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി. ആമസോണും ഫോൺ വെക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു സംഭവമില്ല. ഈ സ്റ്റിക്കറിന് വേണ്ടി 50 രൂപ 60 രൂപയൊക്കെ നിങ്ങളുടെ ഇന്ന് മേടിച്ചാൽ നിങ്ങളെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ 200 രൂപയൊക്കെ ഗിഫ്റ്റ് വൗച്ചർ തന്നിട്ട് ഇവന്മാർ ആ ഒരു പ്രശ്നം പരിഹരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടുന്നില്ല? ഈ കാർട്ടിൻ്റെ സർവീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടില്ല. അതായത് കൊറിയർ ഈ കാർട്ട് വേണം. നമ്മുടെ അടുത്ത് ഡൽഹി വരാണ്, നമ്മുടെ വീട്ടിൽ കൊണ്ടു തരില്ല, ഇങ്ങനെ വഴി പോയി മേടിക്കണം. അടിപൊളി സർവീസാണ്. ചില ഡെലിവറി ബോയ്സ് കൊണ്ടുതരും കേട്ടോ, ചിലവർക്ക് ഭയങ്കര സൂക്കറാണ്, കൊണ്ടുതരില്ല. അതും 5 ഐറ്റമൊക്കെ അവരുടെ കയ്യിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുതരാൻ ഉണ്ടെങ്കിലും കൊണ്ടുതരില്ല. പക്ഷേ ചിലവർ 2 സാധനം ഉണ്ടെങ്കിലും കൊണ്ടുതരും കേട്ടോ, അത് അടിപൊളിയാണ്. ഓപ്പൺ ബോക്സ് ഡെലിവറി എന്തായാലും വൻ തോൽവിയാണ്, അത് ഞാൻ പറയാം. അതിനുമുമ്പ് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിങ്ങൾ ഫോൺ കിട്ടുമ്പോൾ ആ ഫോണിൻ്റെ പെട്ടി, ഈ കാണുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി ഒന്ന് തിരിച്ച് മറിച്ച് നോക്കുക. സ്റ്റിക്കറൊക്കെ പറിച്ച് ഒട്ടിച്ചിട്ടുണ്ടോ അതോ രണ്ടാമത് വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. ഫോണിൻ്റെ പെട്ടി നീറ്റാണെങ്കിൽ നിങ്ങൾ OTP അറിഞ്ഞു കൊടുത്ത് മേടിക്കുക, വീട്ടിൽ ചെല്ലുക, കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പൊട്ടിക്കുക. വീഡിയോ എടുക്കുമ്പോൾ കട്ട് ചെയ്യാണ്ട് തന്നെ വീഡിയോ എടുക്കണം, ഫുള്ളായിട്ട് ഒറ്റ വീഡിയോ. ഫോൺ ഓണാക്കുന്നത് വരെയുള്ള വീഡിയോസ് നിങ്ങൾ എടുക്കണം, അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ബോയ് പൊട്ടിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടിയുടെ കവർ നോക്കേണ്ട ആവശ്യമില്ല. അവർ പൊട്ടിക്കുന്നു, ഫോണൊക്കെ എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്പീക്കറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഫോണിൻ്റെ മൊത്തത്തിൽ ലുക്ക് ഇങ്ങനെ നോക്കുക. ആ പെട്ടിയുടെ, ഫോണിൻ്റെ പെട്ടിയുടെ, ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടിയില്ല, അതൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രം OTP പറഞ്ഞു കൊടുക്കാം. OTP നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയതിനാണ്. ഒരുപാട് പേര് പണി മേടിച്ചിട്ടുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൺ തോൽവിയാണ്. ബാക്ക് ടു ബാക്ക് നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇൻവോയ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കുമ്പോൾ എളുപ്പമുള്ളൂ. കാരണം ഇൻവോയ്സ് അവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടും, അതുള്ള കാര്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. എൻ്റെ അനുഭവം മാത്രമല്ല, ഒരുപാട് കൂട്ടുകാരുടെ അനുഭവം എനിക്കറിയാം. പിന്നെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ മൊത്തം നോക്കിയതിന് ശേഷം മാത്രം OTP പറഞ്ഞു കൊടുക്കുക. ഡെലിവറി ബോയ് അപ്പം തന്നെ OTP ഒക്കെ ചോദിക്കും, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഡെലിവറി ബോയ് ഫോൺ പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഡെലിവറി ബോയ് ഫോണിൻ്റെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ എടുത്തുനിന്ന് വെച്ച് നിങ്ങളെ വഴക്ക് പറയും എന്നൊന്നും. അവരെടുത്തോളാം തന്നെ പറയും, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് എടുത്തോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷം മാത്രം OTP പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്ത് ഈ കാർട്ട് എന്ന് പറഞ്ഞാൽ കൊറിയർ സർവീസ് ഇല്ലെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി ശരിക്കും പരിശോധിച്ച് നോക്കുക. സ്റ്റിക്കർ രണ്ടാമത് ഒടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ സ്റ്റിക്കർ അഡീഷണൽ ആയിട്ട് ഒടിച്ചിട്ടുണ്ടോ. അതായത് നമുക്കറിയാം കമ്പനി എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കണേ, അതല്ലാണ്ട് എന്തെങ്കിലും തട്ടിപ്പ് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടിയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഗുരുതരമായൊരു സംഭവം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ 50% ചാൻസ് എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ ആ ഫോൺ മേടിക്കരുത്. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് വൻ തോൽവിയാണ്. നിങ്ങൾ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യില്ല, നിങ്ങൾ കൺസ്യൂമർ കോർട്ട് തന്നെ പോകണം. ഫ്ലിപ്കാർട്ടിനെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം കൂട്ടുകാരെ നമുക്കറിയാം. അത് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് തെറ്റും കൊണ്ടല്ല, ഫ്ലിപ്കാർട്ടിൻ്റെ ഊടായ്പും കൊണ്ടാണ് അങ്ങനെ അവർക്ക് പണി കിട്ടിയത്, അതുകൊണ്ട് പോയതാണ്. ഇനി പണി കിട്ടി കഴിഞ്ഞാലേ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ തന്നെ പോകേണ്ടി വരും. അതിനാണ് ഫ്ലിപ്കാർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലൊക്കെ പരാതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ അറിയാം, ഒരുപാട് പേർക്ക് പണി കിട്ടിയ കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേരെ. ഈ വീഡിയോ കാണുന്ന പല കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. ഇത് പിന്നെ പോക്കോയുടെ X6 Pro ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കൊച്ചിന് വേണ്ടിയാണ് ഈ സാധനം എടുത്തത്. പുള്ളിക്കാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്താണ്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാ കേസും പിടിക്കും. ഫ്ലിപ്കാർട്ടല്ല, അതിൻ്റെ അപ്പുറത്തെ സൈറ്റ് ആണെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അടിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡിലാണ് നമ്മൾ സാധനം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു സൈറ്റിൽ നിന്നും ഇപ്പോൾ സാധനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.